ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴം ഉണക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒത്തിരി പഴമായി. ഈ വേനലായതുകൊണ്ട് വാഴയെല്ലാം ഒടിഞ്ഞ് പെട്ടെന്ന് വീഴുകയാണ്. അപ്പോൾ ചെറിയ മൂപ്പ് കുറവുണ്ട്, എന്നാലും പഴം ഉണക്കി ഇത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ അതൊരു പ്രോത്സാഹനമാവും കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ പഴം ചെയ്യുന്നത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കുന്ന അത് നേരത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പലരും ആവശ്യപ്പെട്ടു അതെല്ലാം പോയി ഒന്ന് രണ്ടാമതുകൂടി ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്ര പഴമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് തൊലി ഉരിഞ്ഞ് അത് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തട്ട് ഒന്ന് ഇത് ചെയ്യണം. ഇതിന് നമ്മൾ നറുനെയ്യാണ്. ഈ നെയ്യ് ഒരല്പം ഒന്ന് ഇതിൽ തേച്ച് കൊടുക്കും. നെയ്യ് തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരല്പം നെയ്യ് ഇതിലൊന്ന് പുരട്ടി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ പഴം അരിഞ്ഞ് ഇതിനകത്തേക്ക് വയ്ക്കുക. ഇതിലിപ്പോൾ രണ്ട് തരം കായുണ്ട്. വാളയംകുടനുണ്ട്, ഞാലിപ്പൂവനുണ്ട്. അപ്പോൾ പാളയംകുടൻ കായ എന്ന് പറയുന്നത് ഉണങ്ങി വരുമ്പോൾ ഒരു അല്പം കറുത്ത കളറാവും. ഞാലിപ്പൂവൻ ഒരു വെളുത്ത കളറിലാണ് ഉണങ്ങി വരുമ്പോൾ ഉണ്ടാവുക. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം അല്പം ശർക്കരയിട്ട് വിളയിച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. ഈ നെയ്യ് പറ്റിയത് കൊണ്ട് നെയ്യുടെ ടേസ്റ്റും കൂടി അതിന് കിട്ടും. അവർക്കൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഒരു ഭാഗം അരിയാനായിട്ടുള്ളതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞു തുടങ്ങാം. കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അതിന് തട്ടുകളുടെ ഇത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു തുടങ്ങാം. ഇങ്ങനെ ഈ പഴം എടുത്തിട്ട് പിന്നെ 2 or 3 ആയിട്ട് അരിയുക. അരിഞ്ഞ് ഇതിലങ്ങനെ നിരത്തി വയ്ക്കും. വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം. ചെറുതാക്കിയാൽ ഇപ്പോഴത്തെ നല്ല വെയിലുള്ളതുകൊണ്ട് അല്പം കട്ടി കൂടിയാലും കുഴപ്പമില്ല. വെയിൽ കുറവാണെങ്കിൽ നമ്മൾ ഇത്തിരി കട്ടി കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ട്രേ നിറഞ്ഞു. ഇനി അടുത്ത ട്രേയിലേക്ക് നമ്മൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ അവൈലബിളായിട്ടുള്ള പാത്രങ്ങളിലെല്ലാം നിറച്ച് കഴിഞ്ഞു, അരിഞ്ഞ് നിറച്ച് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി പഴം ബാക്കിയുണ്ട്. അതിന് പാത്രങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ അത് അതിനകത്തേക്ക് ഇത് ചെയ്യാം. പിന്നെ ഇത് ഇതിൻ്റെ തൊലിയാണ്. ഈ തൊലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെടികളിൽ തെളിക്കാൻ വേണ്ടിയിട്ട്
ഇതിനടുത്തൊരു ബക്കറ്റിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള പൊട്ടാസ്യവും സാധനങ്ങളെല്ലാം പുറത്ത് ആ വെള്ളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വെള്ളം അരിച്ച് നമ്മൾ അതിൽ സ്പ്രേ ചെയ്യും, ചെടികളിൽ സ്പ്രേ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് പൂക്കാനും എല്ലാം നല്ലതാണ്. അത് പിന്നെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പഴം ഉണങ്ങാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ സോളാർ പാനലിൻ്റെ പാത്ത് വെയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വെയിൽ കിട്ടും, അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഇനി ഒരു നെറ്റിട്ട് അങ്ങ് മൂടിയാൽ അവിടെ ഇരുന്ന് പിന്നെ വൈകിട്ടെടുത്താൽ മതി. ഒരു 6 മണി വരെ ഉള്ള വെയിൽ നന്നായിട്ട് കിട്ടും. ഒരു നെറ്റൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അതിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഏത്തപ്പഴം ഉണങ്ങിയതാണ്. ഇതിനൊരല്പം മഞ്ഞ കളറാണ്, യെല്ലോ കളർ കിട്ടും അതിന്. ഇത് നമ്മുടെ ഞാലിപ്പൂവൻ ഉണങ്ങിയതാണ്. ഈ ഞാലിപ്പൂവന് അല്പം വെള്ള കളറാണ്, ഇതെല്ലാം ഒരു വെളുത്ത കളറിലിരിക്കും. ഇത് നമ്മളുടെ പാളയംകുടംപഴം ഉണങ്ങിയതാണ്. അതൊരല്പം കൂടി ഡാർക്കായിട്ടുള്ളൊരു കളറിലാണ് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ പഴം കൂടുതൽ വരുമ്പോൾ നശിച്ചു പോകാതെ, നമുക്കത് ചീഞ്ഞു പോകാതെ നമുക്കിങ്ങനെ ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, ഒരു ഡ്രൈ ഫ്രൂട്ടായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം അത് ഇരുന്നോളും. പുറത്ത് വെച്ചാലും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഇരുന്നോളും. ഇതിന് നമ്മൾ ആ നറുനെയ്യുടെ ഒരു ചെറിയ സ്മെല്ല് കിട്ടും പാത്രത്തിൽ നെയ്യ് തേച്ചതുകൊണ്ട്. ഇതിനെ വിളയിച്ച് വൈകിട്ടത്തെ ഒരു സ്നാക്സ് പോലെ നമുക്ക് കൊടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ഇത് നശിച്ചു പോകാതെ ഇത് ഉപയോഗിക്കുക. ഓക്കെ, ബൈ.